ഇല്ലിക്കൽ കല്ലിലേക്കുള്ള ഒരു ദൂരക്കാഴ്ച. ഇവിടെ നിന്നും 6-7 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അവിടെ എത്തുവാൻ. എങ്കിലും നമുക്ക് പരമാവധി ഒന്ന് സൂം ചെയ്ത് കാണുവാൻ ശ്രമിക്കാം. വീണ്ടും ഒരു 7 കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ പിൻഭാഗത്തുള്ള പ്രവേശന കവാടത്തിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്നും 4 ഭാഗത്തേക്ക് നോക്കിയാലും അതിമനോഹരമായ മനം മയക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അങ്ങും ദൂരെ നീലാകാശത്ത് ഒരു ജെറ്റ് വിമാനം കടന്നുപോയതിൻ്റെ അടയാളം ഒരു നേർരേഖ പോലെ കാണപ്പെട്ടതും വളരെയേറെ കൗതുകമുണർത്തുന്ന കാഴ്ചയാണ്. ഇല്ലിക്കക്കല്ലിൻ്റെ പിൻഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മുകളിലത്തേക്ക് പോകണമെങ്കിൽ ഈ വഴിയിൽ കൂടിയാണ് പോകേണ്ടത്. ഇതാണ് കാണുന്ന വഴി. കുത്തനെ കയറ്റമാണ്. എന്താണെങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം. അല്പം പോലും സഞ്ചാരയോഗ്യമല്ലാത്ത ഈ വഴിയിൽ കൂടിയുള്ള യാത്ര അല്പം ടാസ്ക് നിറഞ്ഞതാണ്. അവനെ പേരണ എവിടെയാ വീട്? വളന്തുരുത്തി. എത്ര വയസ്സുണ്ട്? 5 വയസ്സ്. നമ്മുടെ കൂടുതൽ മല കയറാൻ വന്നിരിക്കുന്നതിൽ 5 വയസ്സുള്ള മിടുക്കൻ. എത്ര പഠിക്കുന്നത്? ആ, ഓക്കെ. ഇല്ലിക്കൽ കല്ല് കയറുവാൻ വന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മലകയറ്റക്കാരൻ എന്ന ബഹുമതി ഞാൻ ഈ LKG വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നു. ഇതാണ് ചുറ്റി ഈന്തൽ. ഈ ഈന്തലിൻ്റെ ഇലകളാണ് പണ്ട് കാലങ്ങളിൽ കല്യാണ വീടുകൾ അലങ്കരിക്കുവാൻ ഉപയോഗിച്ചിരുന്നത്. അല്പം പോലും സഞ്ചാരയോഗ്യമല്ലാത്തതും ടാസ്ക് നിറഞ്ഞതുമായ ഈ വഴിയിൽ കൂടി ഏകദേശം 1 കിലോമീറ്ററിലധികം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മലമുകളിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. വെയിൽ കൊണ്ട് അവശനായ ഒരാൾ വഴിയരിൽ വിശ്രമിക്കുന്നത് ഞാൻ കണ്ടു. മുകളിലേക്കോ താഴത്തേക്കോ? മുകളിൽ നല്ല വെയിലല്ലേ? ആ, ചേർത്തല. പേരണ? ഇത് ഷാരോൺ. ഇദ്ദേഹം ചേർത്തലയിൽ ഉള്ളതാണ്. ഇനി മുകളിലേക്കുള്ള കയറ്റം സ്പൈഡർമാൻ കയറുന്ന പോലെ കയറണം എന്നാണ് ഷാരോൺ പറയുന്നത്. ദുർഘടപാതയാണെങ്കിലും ഇല്ലിക്കൽ കല്ലിൻ്റെ മുൻഭാഗത്തും പിൻഭാഗത്തും സ്വദേശികളും വിദേശികളുമടക്കം ധാരാളം ആളുകൾ നിത്യേന എത്തിച്ചേരുന്നു. നമ്മൾ മലയുടെ ഏകദേശം മധ്യഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതാ ഈ കാണുന്ന മലയുടെ മുകളറ്റത്ത് വരെ നമുക്ക് എത്തേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പകുതിയോളം മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. അതിനുള്ള സമയം ഉച്ചയോടെ എടുത്തിട്ടുണ്ട്. നല്ല വെയിലാണ്. നല്ല വെയിലാണെന്ന് മാത്രമല്ല, ഈ പാറയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചവിട്ടി കയറുവാനും ഇറങ്ങുവാനും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ കാണുന്ന മലയുടെ അങ്ങ് മുകളിലാണ് കയറി പോകേണ്ടത്. അപ്പോൾ മുകളിലേക്കുള്ള വഴിയെന്ന് പറയുമ്പോൾ ഇതുണ്ട്. ഈ വഴി കൂടെയാണ് കയറി പോകേണ്ടത്. ഇതിലിങ്ങനെ കയറി പോകാം. ഇവിടെ നിന്നും മുകളിലേക്കുള്ള കയറ്റം അല്പം ടാസ്ക് തന്നെയാണ്. കുത്തനെയുള്ള പാറയിൽ കമ്പിയടിച്ച് ബലപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ആ കമ്പിയിൽ പിടിച്ച് നമുക്ക് മുകളിലേക്ക് കയറുവാൻ സാധിക്കും. താഴെ വെച്ച് ആ ചേർത്തലക്കാരൻ പറഞ്ഞതുപോലെ സ്പൈഡർമാൻ കയറുന്നതുപോലെ തന്നെ കയറണം. ഇതാണ് നമുക്ക് മുകളിലേക്ക് കയറുവാനുള്ള മാർഗം. ഇത് ഇല്ലിക്കക്കല്ലിൻ്റെ സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ്.
ഇല്ലിക്കൽ കല്ലിൻ്റെ മുൻഭാഗം കാണുവാൻ എത്തിയവരാണവർ. ഏകദേശം ഒരു 3/4 കിലോമീറ്ററോളം ദൂരത്ത് നിന്ന് നമുക്കവരെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്ഥിരമായി ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് മൂലം പാറയെല്ലാം നല്ല വഴുക്കലാണ്. മഴക്കാലത്ത് ഇതിൽ കയറുക വളരെ അസാധ്യമായ കാര്യമാണ്. വഴുക്കുള്ള ഭാഗങ്ങളിൽ കമ്പി ആഴത്തിൽ അടിച്ചിറക്കി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കമ്പികളിൽ കൂടി പിടിച്ച് അല്പം ടാസ്ക് എടുത്ത് വേണം മുകളിലേക്ക് കയറുവാൻ. എൻ്റെ പിന്നാലെ വന്ന 3-4 പേർ താഴെ ഇരുന്ന് വിശ്രമിക്കുന്നത് ഞാൻ മുകളിൽ നിന്നും കണ്ടു. അവർ വരുവാനായി ഞാൻ അവിടെ അല്പസമയം വെയിറ്റ് ചെയ്തു. അവർ കയറി വരുന്നത് വീഡിയോയിൽ പകർത്തുക, ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. പുഷ്പം പോലെ ഈസി ആയിട്ട് മുകളിലേക്ക് കയറിപ്പോയി. എന്തിനു വേണ്ടി ഇത്ര സാഹസം കഴിച്ച് മുകളിലേക്ക് കയറുന്നു എന്ന് ചില എന്തിരിപ്പന്മാർ ചോദിച്ചേക്കാം. പക്ഷേ അതിനൊന്നും വ്യക്തമായ ഉത്തരം പറയുവാൻ എനിക്ക് കഴിയുന്നില്ല. ചെറുപ്പകാലം മുതൽ മരം കയറ്റത്തിലും മലകയറ്റത്തിലുമെല്ലാം എനിക്ക് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു, ഒരു ഹരമായിരുന്നു. ഇതൊരു മുട്ടക്കുന്നാണ്. ഇതിനു മുകളിൽ ഒരു കുരിശൻ നാട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടേക്കാണ് ഇനി പോകേണ്ടത്. ഇതാ ഈ വഴിക്കുകൾ കയറിയാൽ ആ കുരിശിൻ്റെ സമീപം എത്തിച്ചേരുവാൻ കഴിയും. ഇത് ആ മുട്ടക്കുന്നിൻ്റെ അടിഭാഗത്ത് കാണുന്ന ഒരു ഗുഹയാണ്, ചെറിയൊരു ഗുഹ. മഴയും വെയിലും ഒന്നും കൊള്ളാതെ നമുക്ക് ഇതിനടിയിൽ കയറിയിരിക്കുവാൻ നല്ല സൗകര്യമാണ്. കുരിശിൻ്റെ അടുത്തേക്ക് ഈ വഴിയിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. എല്ലാ ദുഃഖ വെള്ളിയാഴ്ചകളിലും കുരിശുമല കയറുന്നതിന് വേണ്ടി സാഹസികരായ ഭക്തജനങ്ങൾ വരാറുള്ള വഴിയാണിത്. നമ്മൾ അങ്ങനെ മലയുടെ മുകളറ്റത്ത് എത്തിച്ചേർന്നു. ഞാൻ ആ മുട്ടക്കുന്നിൻ്റെ മുകളിൽ എത്തിച്ചേർന്നു. ഇവിടെ ഒരു കുരിശ് നാട്ടിയിരിക്കുന്നു. സാധാരണയായി ദുഃഖ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മലകയറ്റത്തിന് വേണ്ടി ഇങ്ങനെ ഉയരം കൂടിയ മലകളിൽ അടുത്തുള്ള പള്ളിക്കാർ ഒരു കുരിശ് സ്ഥാപിക്കാറുണ്ട്. അതുപോലൊരു കുരിശാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്.
ഇല്ലിക്കൽ കല്ലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഇല്ലിക്കൽ കല്ലിൻ്റെ മുൻഭാഗത്തു നിന്നും ആ മലയുടെ മുകളിലെത്തിയിരിക്കുന്ന അവിടെ വിശ്രമിക്കുന്ന കുറേ ആളുകളെ നമുക്ക് ഒന്ന് സൂം ചെയ്ത് കണ്ടു നോക്കിയാലോ? അത്ര വ്യക്തമായിട്ടല്ലെങ്കിലും നമുക്ക് ആളുകളെ കാണുവാൻ കഴിയുന്നുണ്ട്. അടുത്ത കാലത്ത് വരെ ഈ ഇല്ലിക്കൽ കല്ലിൻ്റെ മുകളിൽ ഒരു കുളമുണ്ടെന്നും ആ കുളത്തിൽ നീലക്കൊടുവേലി എന്നൊരു അത്ഭുത സസ്യമുണ്ടെന്നും അതാർക്കും പറിക്കുവാൻ കഴിയില്ല എന്നുമെല്ലാം പഴയ കാരണവന്മാർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും സത്യമല്ല എന്ന് നമുക്കിവിടെ നിന്നുള്ള നോട്ടത്തിൽ മനസ്സിലാക്കാം. ഇല്ലിക്കൽ കല്ലിൻ്റെ മുൻഭാഗത്തു നിന്നും നമ്മൾ കണ്ടാൽ ഒരു കാരണവശാലും ഈ കല്ലിൻ്റെ മുകൾ ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതിന് ഏറ്റവും ഉചിതമായ മാർഗം ഇല്ലിക്കൽ കല്ലിൻ്റെ പിൻഭാഗത്ത് വരിക എന്ന് മാത്രമാണ്. ഇതിൻ്റെ തൊട്ടരികിൽ തന്നെ മറ്റൊരു മുട്ടക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കിയാലോ? ഇത് എറണാകുളത്തുള്ള മറ്റൊരു സുഹൃത്താണ്. അദ്ദേഹവും എന്നോടൊപ്പം മല കയറുവാൻ ഇവിടെ എത്തിച്ചേർന്നതാണ്. ഇവിടെ നിന്നും മുന്നോട്ട് ചെല്ലും തോറും വഴിയുടെ വീതി കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള മുന്നോട്ടുള്ള യാത്ര അല്പം ടാസ്ക്കാണ്. കഷ്ടി ഒരു 3 അടിയോളം വീതിയാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. അത് ഇരുഭാഗവും അഗാധമായ കൊക്കയാണ്. എങ്ങാനും കാൽ വഴുതി പോയാൽ പിന്നെ ആ ആളെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. അത്രമാത്രം അഗാധമായ കൊക്കയാണ് ഇരുഭാഗത്തും. നമ്മൾ കയറിയിറങ്ങിയ ആ കുരിശുമലയാണ് ഈ കാണുന്നത്. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? ഇതിൻ്റെ ഒരു ഭാഗത്ത് കൂടി മാത്രമേ മുകളിലേക്ക് കയറുവാനും ഇറങ്ങുവാനും സാധിക്കുകയുള്ളൂ. ബാക്കി ചുറ്റോട് ചുറ്റും ഇതാ ഈ കാണുന്നത് പോലെയുള്ള അഗാധമായ കൊക്കയാണ്. നമുക്ക് അല്പദൂരം കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. മുന്നിലേക്ക് ചെല്ലുന്തോറും വഴിയുടെ വീതി കുറഞ്ഞാണ് വരുന്നത്. എങ്കിലും നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പോയി നോക്കണം. അവിടുത്തെ വിശേഷം എന്താണെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ നേരിട്ടറിയാമല്ലോ. നമ്മൾ കയറിയ ആ കുരിശുമല ഇതാണ്. മലയുടെ മുകളിലുള്ള കുരിശും നമുക്ക് അവ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇതാ ഈ മലയുടെ മുകളറ്റത്തേക്ക് എത്തിച്ചേർന്നു. നമ്മൾ കൂനങ്കല്ലിൻ്റെ ഏകദേശം അടുത്തെത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്നും 200 മീറ്ററിൽ കൂടുതൽ ദൂരമുണ്ടെന്ന് തോന്നുന്നില്ല. കോട്ടയം ജില്ലയുടെ ഏറ്റവും മനോഹരവും എന്നാൽ ഏറ്റവും അപകടം പിടിച്ചതുമായ ഒരു പ്രദേശമാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗം. ഇവിടെ നിന്നും നമ്മൾ ചുറ്റോട് ചുറ്റും നോക്കിയാലും, അതായത് ഏത് ഭാഗത്തേക്ക് നോക്കിയാലും അവിടെമെല്ലാം എത്ര കണ്ടാലും മതി തീരാത്ത മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ നിന്നും കാണുവാൻ കഴിയുന്നത്. കാരണം നമ്മുടെ മുൻപോട്ട് നോക്കിയാലും പുറകോട്ട് നോക്കിയാലും ഇടത് സൈഡിലും വലത് സൈഡിലും എല്ലാം മനോഹര കാഴ്ചകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് പെണ്ണുമലയെന്നും കോഴിച്ചുണ്ടുമലയെന്നും എല്ലാം വിശേഷിപ്പിക്കാവുന്ന ഈ പ്രദേശം. പല യൂട്യൂബർമാരും പത്രമാധ്യമങ്ങളും ഇൻ്റർനെറ്റിലുമെല്ലാം ഈ കോഴിച്ചുണ്ടുമലയെപ്പറ്റിയും
ഇല്ലിക്കക്കല്ലിനെ പറ്റിയും കൂരക്കല്ലിനെ പറ്റിയും എല്ലാം വളരെ സരസമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഇല്ലിക്കക്കല്ലിനെ പറ്റിയും നരകപാലത്തെ പറ്റിയും കോഴിച്ചുണ്ടുമലയെ പറ്റിയും എല്ലാം ധാരാളം യൂട്യൂബർമാരും കൂട്ടുകാരുമെല്ലാം പത്രമാധ്യമങ്ങൾ കൂടി അല്ലാതെ എല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കോഴിച്ചുണ്ടുമലയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ മലയ്ക്ക് മറ്റേ പാറക്കൂട്ടം എന്നൊരു പേരും നിലവിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് നരകപാലത്തിന് സമാനമായ മറ്റൊരു പാലം. നരകപാലം എന്ന് പറയുമ്പോൾ ശരിയായ നരകപാലം ഇല്ലിക്കക്കല്ലിനെയും കൂനൻ കല്ലിനെയും ബന്ധിപ്പിക്കുന്ന വെറും 6 ഇഞ്ച് മാത്രം വീതിയുള്ള ഒരു നൂൽപാലമാണ് നരകപാലം. ആ നൂൽപാലത്തിന് സമാനമായ മറ്റൊരു പാലമാണ് ഇതാ ഇവിടെ കാണുന്നത്. ഈ കോഴിച്ചുണ്ടുമല ഇത് കോഴിയുടെ ചുണ്ടുപോലെ ഇരിക്കുന്നതുകൊണ്ടാവാം ഇതിന് കോഴിച്ചുണ്ടുമല എന്നും വെണ്ണുമല എന്നെല്ലാം ഇതിന് പേരുണ്ട്. ഇതാ നമ്മൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കാണുന്ന പാലത്തിൽ കൂടി വേണം നമുക്ക് മറുകര എത്തുവാൻ. മറുകര എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് കൂനൻകല്ലിൻ്റെ സമീപം എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയോളം ആയിരിക്കുന്നു. വേണ്ടത്ര ഭക്ഷണവും ഞാൻ കരുതിയിട്ടില്ല. ഇനിയൊരു ദിവസം വേണ്ടത്ര തയ്യാറെടുപ്പോടുകൂടി ഈ കൂനൻകല്ലിൻ്റെ സമീപം വരെ എത്തുവാൻ വേണ്ടത്ര തയ്യാറെടുപ്പോടുകൂടി ഇനിയൊരു ദിവസം ഞാൻ വരുന്നതാണ്. ഇനി നമുക്ക് ഈ മലയുടെ മറ്റൊരു ഭാഗം കൂടി കണ്ടതിന് ശേഷം തിരികെ ഇറങ്ങാം. കുരിശുമലയുടെ ഭീകരാവസ്ഥ ഏകദേശം കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് കുരിശുമലയുടെ ഭീകരാവസ്ഥ.
പ്രിയ കൂട്ടുകാരെ, ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളോട് പറയുന്നു, അല്പമെങ്കിലും സാഹസികത കൈമുതലായിട്ടുള്ളവർ മാത്രമേ ഈ പ്രദേശത്തേക്ക് വരുവാൻ ശ്രമിക്കാവൂ. കാരണം മുകളിലേക്ക് കയറ്റം ടാസ്ക്കാണ്, അതിലും ടാസ്ക്കാണ് താഴേക്കുള്ള ഇറക്കം. ഇതാ 2 ചെറുപ്പക്കാർ ഇറങ്ങിപ്പോകുന്നത് കണ്ടില്ലേ? അവർ ഇരുന്ന് നിരങ്ങി വളരെ ശ്രദ്ധാപൂർവം ആണ് അവർ ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറി വരുന്നവർ ഒരിക്കലും ഒരു സാഹസിക മനോഭാവം ഇല്ലാത്തവർ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രിയ കൂട്ടുകാരെ, ഈ അലൻ എന്ന കൊച്ചുമിടുക്കനെ ഞാൻ ഇല്ലിക്കക്കല്ലിൻ്റെ മുകളിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അദ്ദേഹം എന്നോടൊപ്പം എല്ലാ ഡേഞ്ചർ മേഖലകളിലും എന്നോടൊപ്പം വരികയും എന്നോട് സഹകരിക്കുകയും ചെയ്ത ആ കൊച്ചുമിടുക്കന് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ ഒന്ന് അലൻ്റെ അച്ഛനാണ്, ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം സ്കൂൾ ബസ് ഓടിക്കുന്നു. 2 അലൻ്റെ സഹോദരിയാണ് ആൻ മേരി. അദ്ദേഹം B.Ed വിദ്യാർത്ഥിനിയാണ്. തുടർന്ന് അലൻ്റെ സഹോദരനും അലനും IT വിദ്യാർത്ഥികളാണ്. ഇവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം നമുക്ക് ഇവരെ നേരിട്ടൊന്ന് പരിചയപ്പെടാം. ഉണ്ണികൃഷ്ണൻ, ആൻ മേരി, എബ്രു, അലൻ. ശരി, ഇവിടെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം.